ഹായ്, ഞാൻ കിരൺ. ഈ മഴ പെയ്യുന്ന വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് ഒരു തരം പാറ്റകൾ ഈ ലൈറ്റിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ട് അങ്ങനെ വട്ടമിട്ട് പറക്കുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ശരിക്കും അതിൻ്റെ പേരിൽ പാറ്റ എന്നുണ്ടെങ്കിലും അതൊരു പാറ്റയല്ല, അത് ചിതലുകളിലെ പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു സൈസ് കൂടിയ ഒരു ചിതലാണത്. ശരിക്കും ഇത് എന്തിന് ഈ മഴക്കാലത്ത് മാത്രം ഇങ്ങനെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതിന് ഒരു കാരണമല്ല, പല കാരണങ്ങളാണ്. ഒന്ന്, ഇത് മണ്ണിനടിയിലെ ഈർപ്പം കൂടുമ്പോൾ ഇതിന് മണ്ണ് തുരന്ന് പുറത്ത് വരാൻ എളുപ്പമാവും. മറ്റത് ഇതിൻ്റെ ശരീരം ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ശരീരമാണ്, അപ്പോൾ അതിന് ഈർപ്പം ആവശ്യമാണ് എപ്പോഴും. അതുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം മഴക്കാലത്ത് ഉണ്ടാവുള്ളൂ അധികം. അപ്പോൾ മഴക്കാലത്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിലെ ഈർപ്പം ഇതിന് നിലനിർത്താൻ പറ്റും. അതുകൊണ്ടാണ് അത് ഈ മഴക്കാലത്ത് മാത്രം ഈ പുറത്ത് വരുന്നത്. അതുമല്ലാതെ പുതിയ ചിതൽ പുറ്റുകൾ നിർമ്മിക്കാൻ ഈ മഴക്കാലത്താണ് അതിനെളുപ്പം. മണ്ണ് തുരയ്ക്കാൻ മണ്ണ് മൃദുവായിരിക്കും, മണ്ണ് സോഫ്റ്റായിരിക്കും. അപ്പോൾ ഈ മണ്ണ് തുരന്ന് ഒരു പുതിയൊരു ചിതൽപുറ്റുണ്ടാക്കിയിട്ട് പുതിയ കോളനി സ്ഥാപിക്കാനും പുതിയ ഇണകളെ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഈ ഇയാമ്പാറ്റകൾ അല്ലെങ്കിൽ മഴപ്പാറ്റകൾ പുറത്തേക്ക് വരുന്നത് മഴ സമയത്ത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് ഈ പാറ്റകൾ രാത്രിയിൽ ലൈറ്റിന് ചുറ്റും വട്ടം കറങ്ങണതെന്ന്. എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലും നമ്മുടെ ചെവിയിലും നമ്മുടെ മൂക്കിലും ഒക്കെ ഇങ്ങനെ കയറിപ്പോയി ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ശരിക്കും നമ്മളാണ് അതിനെ ഡിസ്റ്റർബ് ചെയ്യണത്. കാരണം ഈ പാറ്റകൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, അത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയാണ്. നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ലൈറ്റും കത്തിച്ച് വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. ശരിക്കും ഈ പറക്കലിനിടയിൽ ഇതിൻ്റെ ഇണയെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ പൊഴിച്ചിട്ട് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് പുതിയ ചെതൽ കോളനികൾ ഉണ്ടാക്കാൻ ഇത് പോവും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന ഓരോ ഈയാമ്പാറ്റകളും നാളത്തെ ഓരോ ചിതൽപുറ്റിലെ രാജ്ഞിയും രാജാക്കന്മാരാണ്.